പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പെട്ടി പാക്ക് ചെയ്യുന്ന വ്ളോഗായിരിക്കും. അപ്പോൾ അതേ സാധനങ്ങളെല്ലാം ഞാനിവിടെ നിരത്തി ഇട്ടേക്കുക. കാണിച്ചു വെച്ചിട്ട് സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ കട്ടിലയിൽ നിരത്തി ഇട്ടേക്കുക. ചോക്ലേറ്റ്സ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്, എല്ലാവർക്കും വേണ്ടി മേടിച്ച സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ മിഠായി എല്ലാം പൊട്ടിക്കണോ? എന്നിട്ട് ജസ്റ്റ് ചുമ്മാ ഇടാനാണോ? ഓക്കെ, മിഠായി എല്ലാം ഇനി പൊട്ടിക്കണം. ഇതിൻ്റെ ബോക്സിൻ്റെ ഒക്കെ വെയിറ്റ് വരും അല്ലെങ്കിൽ. ഓക്കെ, പൊട്ടിച്ചിടുവാണ്. പിന്നെ കൂടെ എടുത്തോ, കൂടെ മിഠായി എല്ലാം പൊട്ടിച്ചിടുവാണ്. ഇത് പൊട്ടിക്കട്ടെ. അയ്യോ, ഇത് പൊട്ടുന്നു. പെട്ടിയുടെ വെയിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലേ? ഇത് പൊട്ടിക്കാൻ ഏതാ ഓക്കെ, അത്ര വെയിറ്റ് വാങ്ങി ഇത് വെളിയിലിടും. ആ കത്രിക എടുത്ത് കൈ വെക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എടുക്കാം. കുഞ്ഞാപ്പിക്ക് വേണ്ടി മേടിച്ച മിക്കറിലാണ്. ഒരിടത്ത് തന്നെ ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കും. ഇതും കൂടെ കുറച്ച് ഇങ്ങനെ നോക്കട്ടെ. പാണ്ടില്ലെന്ന് പറയാത്. ഇതുപോലത്തെ രണ്ടെണ്ണം മേടിച്ചോ? അല്ല, അത് വേറെ മോഡലാണ്. ആ, കൊള്ളാല്ലേ? ഓക്കെ, അല്ല അത് ഇത് ആർക്ക് മേടിച്ചോ? ഒരു കുട്ടിയുടെ കുഞ്ഞാണ്. ഇതിങ്ങനെ കളഞ്ഞാൽ പോലെ ഇതിനകത്ത് ഇതിങ്ങനെ തന്നെ വെക്കട്ടെ.
ഇവിടെ പോയി. ഇവിടെ ഓക്കെ. നല്ല നിക്കറല്ല, ഇതൊക്കെ നമ്മുടെ പ്രൈമാർക്കിന്റെ സ്വന്തം സാധനം. പ്രൈമാർക്ക് ഇവിടെ നല്ല കളക്ഷൻ ഉള്ളൊരു കട അല്ലേ. കുറേ ഡ്രസ്സ് പിള്ളേർക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടംപോലെ കളക്ഷനാണ്. ഓക്കെ ഇത് നമുക്ക് ഒരുമിച്ച് വെക്കാവുന്ന പ്രശ്നം. ഓക്കെ ഓക്കെ. നീക്കി വെച്ചോ, നീക്കി വെച്ചോ. ഉള്ളായിരുന്നോ? ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ജാക്കറ്റ് അല്ലേ? അതിനകത്ത് അത്ര ഉണ്ടായിരുന്നോളൂ. ഇത്രയുള്ള പാൻറ്റും ബനിയനും. അല്ല അല്ല, അത് മാറ്റി. അതൊക്കെ അവന്റെ 2 കിലോ ആക്കി വെച്ചിരുന്നേ ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ഇത് വൂളൻ ഷാളാ? നല്ല ഹെവിയാ. വൂളൻ ഷാളാണ്. അതൊക്കെ കാണിക്കും. ഇങ്ങനെ വെക്കട്ടെ? അങ്ങനെ മടക്കില്ല, അങ്ങനെ മടക്കിയത് വലുതായിട്ട്. ഓക്കെ. അതിനകത്ത് ഇനിയും കാണും. ആ ഡ്രസ്സ് മാറ്റി എനിക്ക്. അയ്യോ, ഇത് നെറ്റിയല്ല. കുഞ്ഞപ്പള്ളി ഇത്ര ഡ്രസ്സേ ഉള്ളൂ. നല്ല ബനിയനല്ലേ? കുറച്ച് അവിടെ എടുക്കും. ഇല്ല, ഇവിടെ ഫില്ലാവട്ടെ. നീ ശിവാൻഷിയുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യും. ശിവാൻഷിയുടെ ഡ്രസ്സാണ്. ശിവാൻഷിക്ക് പൈജാമ സെറ്റ്. അല്ല, അത് റാപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പൊട്ടിക്കും. തുണിയിൽ റാപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പൊട്ടും.
പൊട്ടിയങ്ങ് ഒലിക്കുക. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് വരാൻ ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നു നോക്കി. വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അയ്യോ, ഇത് കണ്ടോ, നല്ല ക്യൂട്ട് ഡ്രസ് അല്ലേ? പെൺപിള്ളേരുടെ ഡ്രസ്സല്ലേ എനിക്ക് ഭയങ്കര ക്രേസ്. ഈ കൊച്ചിന് ഇത്ര ഡ്രസ്സാണ് മേടിച്ചല്ലോ. അല്ല, ഇവിടെ ഉണ്ട് അവളുടെ ഡ്രസ്സ്. ശിവാൻഷിയുടെ ഡ്രസ്സുകൾ നമുക്ക് വീഡിയോ ഒക്കെ കാണിക്കും. ഇത് ശിവാൻഷിയുടെ ഡ്രസ്സാണ്. ഇവിടെ കുറച്ച് മഞ്ചേട്ടൻ അങ്ങോട്ട് തിരിക്കും. ഞാനിവിടെ ഒക്കെ എനിക്ക് എത്തുന്നില്ല. ശിവാൻഷിയുടെ ആണ്. ഇത് റോംബർ സെറ്റ് എനിക്കല്ലേ. അല്ലാതെ അതുപോലെ തന്നെ വെച്ചാൽ ഹാങ്, അത് വലിയ ഹാങ്ങറാണ്. അതിൻ്റെ അകത്ത് വെയിറ്റ് വരും. അഞ്ച് റോംബർ സെറ്റ് ആയി. ഓക്കെ, എന്തോ ഡ്രസ്സുകളാണ്. ഇത് നമ്മൾ മേടിച്ചല്ലേ, ഞാൻ മറന്നു. ഇതിനെന്താ പറയുന്നത്? ഇതിന് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സ്. ഇത് ശിവാൻഷിയുടെ അമ്മ തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. ഡോങ്കി. പ്രിൻസസ്. നൈറ്റ് ഡ്രസ് പോലെ. മിഠായിയോ? മിഠായി അപ്പുറത്ത് വെക്കാം. പിന്നെ ഇത് പതുങ്ങി പോത്തില്ലേ? നല്ല രസമുണ്ടല്ലോ. പിള്ളേർക്ക് നല്ല സൂപ്പർ കളക്ഷനുകളാണ്. എന്നാ കുറച്ച് മാറ്റിയിട്ട് മിഠായി വെക്കട്ടെ. എന്നാ ഇങ്ങോട്ട് വെക്കാവോ? ഇങ്ങോട്ട് ഡ്രസ്സ് മാറ്റി എന്നിട്ട് മിഠായി വെക്കാം. ഈ ഡ്രസ് തന്നെ അല്ലെങ്കിൽ മിഠായി ഇപ്പുറത്ത് വെച്ചാ പോരെ? ഡ്രസ് ഇവിടെ ഇരിക്കട്ടെ. പതുങ്ങി പോയില്ല. ഇല്ല, അതാകുമ്പോ ഇത് ക്ലോസ് ആയിട്ടിരിക്കുമല്ലോ. അതല്ല നല്ലത്. ഇളക്കുമ്പോൾ ഇതാവോ? ഇതൊന്നും ചീത്തയായി പോയത്. എന്റെ കുഞ്ഞാപ്പിക്കൊരു ജുബ്ബ. ഓക്കെ, ഇനി എന്തോ ഡ്രസ് കഴിഞ്ഞോ? നമ്മുടെ ഡ്രസ്സുകളുണ്ടോ? ഇനി തലയൊക്കെ
ദേവൻ കരയുന്നു. എന്നെ എണ്ണീറ്റു. എണീറ്റ് കേട്ടോ, ബഹളമാ. കേക്കട്ടെ, വെച്ചോ. തലേ വെക്കുന്ന സാധനമാണിത്. ശിവാൻഷിയുടെ തലേ വെക്കാം. ഓക്കെ, ഇനി ശിവാൻഷിയുടെ ഷൂ എന്ത് ചെയ്യും? ബൂട്ട്സ് ഇവിടെ വെക്കട്ടെ. നമ്മുടെ ഡ്രസ്സ് മറ്റേ പെട്ടി കേട്ടെ. അടുത്ത ഷൂസ് കൂടെ ഉണ്ടായിരുന്നു, അവിടെ കിടക്കുന്നു. ഓക്കെ, നീ എന്താ വെക്കണ്ടേ? ഇതുപോലെ സാധനം വല്ലതും ഒലിക്കുവോ? അറിയത്തില്ല. നട്ട്സ് വെക്ക്. കുറച്ച് നട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നട്ട്സ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോക്ലേറ്റ്സ് പാക്ക് ചെയ്യാം. ഇവിടെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ കുത്തി വെച്ചാ പതുങ്ങിയിരിക്കും. ആ വേണ്ട, ആ വെച്ചോ, അങ്ങനെ വെച്ചോ. ഇവിടെ വെക്കാം. ഇനി എന്താ വെക്കാം? കവറായിട്ടുള്ള മാൾട്ടീസ് മാൾട്ട അതൊക്കെ വെക്കും. ഇതൊക്കെ പതുങ്ങി പോവും. അല്ല, അത് ഇപ്പുറത്തെ സൈഡ് വെക്കാം. ഇങ്ങനെ സോക്സോ ശിവാൻഷിയുടെ സോക്സ്. ഇനി അപ്പുറത്ത് പോയി ഇത് പൊട്ടിക്കാം. ഫോൺ എടുത്തരാം. നമ്മൾ ഒരു സൈഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് ഇനി ഈ സൈഡ് പാക്ക് ചെയ്യാം. നമ്മൾ ആ പൊട്ടിച്ച മിഠായി മൊത്തം ചാക്കിലാക്കിയിട്ടുണ്ട്. 2 ചാക്കാക്കിയിട്ടുണ്ട്. നമുക്ക് ഷവർ ജെല്ല് പാക്ക് ചെയ്യാം. അപ്പോൾ ഈ പെട്ടി നമ്മൾ അടയ്ക്കാൻ പോവുക. ഇതിനകത്ത് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് നമുക്ക് വെയിറ്റ് നോക്കത്തില്ല. ഏകദേശം ലാസ്റ്റ് മിനിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെയിറ്റ് സെറ്റ് ആവുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഏകദേശം തീരാറായി. ഇനി ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ മേടിച്ച സിമ്പിളിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. സിമ്പിൾ ഏകദേശം നല്ലൊരു ബ്രാൻഡാണ്. ഇത് സിമ്പിളിൻ്റെ മിസെല്ലാർ വാട്ടറാണ്. പിന്നെ ഇത് സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസിങ് ഓയിലാണ്. ഇത് പ്യൂരിഫൈയിങ് ക്ലെൻസിങ് ലോഷനാണ്. പിന്നെ ഇത് സിമ്പിളിൻ്റെ സോപ്പ്. ഇത് സിമ്പിളിൻ്റെ ക്ലിയർ പോർ സ്ക്രബാണ്. പിന്നെ ഇത് സിമ്പിളിൻ്റെ വൈപ്സ്. പിന്നെ ഇത് സിമ്പിളിൻ്റെ ഇൻവിസിബിൾ UV ഫ്ലൂയിഡ് SPF 50 ഉള്ള സാധനം. പിന്നെ ഇത് ഷവർ ജെൽ സിമ്പിളിൻ്റെ. പിന്നെ ഇതും സോപ്പാണ്.
പിന്നെ ഇത് ഐബാം, സിംപ്ലിൻ്റെ ഐബാമാണ്. പിന്നെ ഇത് മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതെന്താണ്, പ്യൂരിഫൈ പ്ലസ് ജെൽ ക്ലെൻസർ. പിന്നെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസർ. ഇതൊരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആ സമയം 2 മണിയായി. പെട്ടിയൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞു. വെയിറ്റ് എന്നാലും സെറ്റായിട്ടില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.